സ്വീകരിക്കാനില്ല. ഒരു മക്കളും ആ മാതാവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നില്ല. ആ മാതാവിന് സംരക്ഷണം കൊടുക്കുന്നില്ല. ഏതോ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ വാർഡിന്റെ അകത്തളത്തിൽ സർക്കാരിന്റെ ഗവൺമെന്റിന്റെ ഔദാര്യം പറ്റിയ ഒരു ബെഡിൽ കിടക്കുകയാണ്. സഹോദരങ്ങളെ, 70 വയസ്സ് പ്രായമുള്ള 70 വയസ്സ് പ്രായമുള്ള മാതാവിന് 10 മക്കളെ പ്രസവിച്ച മാതാവ്. ആ മാതാവിന്റെ അവസ്ഥ എന്താണ്? മക്കൾ ആരും കൂട്ടിക്കൊണ്ടു പോകാൻ. സുബ്ഹാനല്ലാഹ്. എന്താണ് പരിഹാരമുള്ളത്? ഒരുപാട് മതങ്ങളുണ്ട് ലോകത്ത്, ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ലോകത്ത്, ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട് ലോകത്ത്. ഇവിടെ ഒരുപാട് കൾച്ചറൽ കോൺഫറൻസുകൾ നടക്കാറുണ്ട്. ഏതെങ്കിലും ഒരു കോൺഫറൻസിൽ ഏതെങ്കിലും ഒരു ലീഡർ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ? വൃദ്ധരായി മാതാപിതാക്കൾ രോഗികളായി അവശത അനുഭവിച്ച് രോഗാവസ്ഥയിൽ കിടന്ന് സഹോദരങ്ങളെ അവഗണനയുടെ ചാട്ടവാറടിയേറ്റ് കരുവാളിച്ച് സമൂഹത്തിന്റെ താഴേക്കിടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മാതാവിന്റെ കൈ പിടിക്കാൻ, സമൂഹത്തിന്റെ താഴേക്കിടയിലേക്ക് വലിച്ചെറിയുന്ന പിതാവിന്റെ കയ്യിൽ പിടിക്കാൻ ലോകത്തിവിടെ ആരുമില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ അനുസരിക്കണം. തൗഹീദിനെ പറ്റി അല്ലാഹു ആദ്യം പറയുകയാണ്. അല്ലാഹുവിന്റെ അനുശാസനങ്ങളെ അനുധാവനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ രണ്ടാമത് പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാനാ വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കൾക്ക് എപ്പോഴും ഗുണം ചെയ്യണേ, മാതാപിതാക്കൾക്ക് എപ്പോഴും ഗുണം ചെയ്യണേ. ഖുർആന്റെ കൽപ്പനയാണത്, നീ ഓർക്കണേ. ഐശ്വര്യമതിനാൽ വന്നിടും നബിവാക്യമാ, ഐശ്വര്യമതിനാൽ വന്നിടും നബിവാക്യമാ. അതുപോലെ തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാ. നീ നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഗുണം ചെയ്യണം, നീ നിന്റെ പ്രിയപ്പെട്ട അപ്പാക്ക് ഗുണം ചെയ്യണം. അതിനാൽ നിനക്ക് ഐശ്വര്യം അല്ലാഹു നൽകുന്നതാണ്, സമൃദ്ധിയെ അല്ലാഹു നൽകുന്നതാണ്, പുരോഗതിയെ അല്ലാഹു നൽകുന്നതാണ്. നീ നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നത് ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി പടക്കളത്തിലെ അടർക്കളത്തിലെ അടരാടൽ, അത് വലിയ പോലീസയാക്കപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, തന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, തന്റെ പ്രിയപ്പെട്ട അബ്ബായെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ ജിഹാദിനേക്കാളും ശ്രേഷ്ഠമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു സഹാബി വര്യൻ കടന്നു വന്നു മദീനയിലെ പള്ളിയിൽ. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ആ സ്വഹാബി കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ പടക്കളത്തിലേക്ക് ഹബീബും സ്വഹാബത്തും ഒരു ജിഹാദിന് പുറപ്പെടാൻ പോകുകയാണ്. അന്നേരത്ത് ഈ സ്വഹാബി വര്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ മാതാവ് കരയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പിതാവ് കരയുകയാണ്. നബിയേ, എന്റെ മാതാവും എന്റെ പ്രിയപ്പെട്ട പിതാവും കരയുന്നത് എന്തിനാണെന്നറിയുമോ? മോനെ, നീ ജിഹാദിന് പോകണ്ട, നീ പടക്കളത്തിലേക്ക് പോകണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ സംരക്ഷണത്തിന് വേണ്ടി നീ പടക്കളത്തിൽ പോയി ശഹീദായാൽ ഈ ഉമ്മാക്ക് പിന്നെ ആരാ, ഈ വാപ്പാക്ക് പിന്നെ ആരാ? അതുകൊണ്ട്
അതുകൊണ്ട് പൊന്നുമോൻ പടക്കളത്തിൽ പോകണ്ട, പൊന്നുമോൻ അടർക്കളത്തിൽ അടരാടാൻ പോകണ്ടെന്ന് തന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറഞ്ഞു നബിയേ. എന്റെ അപ്പ എന്നോട് ചൊല്ലി നബിയേ. ഞാനെന്തു വേണ്ടു നബിയേ, ഞാനെന്തു വേണം നബിയേ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ലോകത്തെ മാതൃത്വത്തിന്റെ മഹത്വം പഠിപ്പിച്ചു തന്ന, ലോകത്തെ പിതൃത്വത്തിന്റെ മഹത്വം പഠിപ്പിച്ചു തന്ന ഉമ്മയുടെയും പ്രിയപ്പെട്ട അപ്പയുടെയും പരിശുദ്ധിയെയും പരിശ്രേഷ്ഠതയെയും പറഞ്ഞു തന്ന പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ വരണ്ട, നീ പടയോട്ടത്തിന് വരണ്ട, നീ നിന്റെ ഉമ്മാക്ക് ഖിദ്മത്തെടുക്ക, നീ നിന്റെ അബ്ബാക്ക് ഖിദ്മത്തെടുക്ക, നീ പടയോട്ടത്തിന് വരണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദർശത്തിന് വേണ്ടിയുള്ള സംരക്ഷണത്തിന് വേണ്ടി പടക്കളത്തിൽ പോകാൻ ഇറങ്ങിയ അനുചരന്റെ കയ്യിൽ പിടിച്ചിട്ട്, പോകണ്ട, നീ നിന്റെ ഉമ്മാക്ക് ഖിദ്മത്തെടുക്ക, നീ നിന്റെ അബ്ബാക്ക് ഖിദ്മത്തെടുക്ക, പ്രായമുള്ള ഉമ്മാനെ നോക്ക്. എന്നാലും നിങ്ങൾക്ക് കേൾക്കണോ, ഖുർആൻ പറയുകയാണ്, ഇമ്മായ أو كلاهما فلا تقل لهما أف ولا تنهرهما. പ്രായാധിക്യമുള്ള രോഗം പിടിപെട്ടിട്ട് അവശരായ അരോഗദൃഢഗാത്രരല്ലാത്ത ഉമ്മയും ബാപ്പയും നിന്റെ അടുത്ത് സംരക്ഷണം തേടി വന്നാൽ നീ അവരോട് വളരെ മാന്യമായി മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. പ്രിയപ്പെട്ട പിതാവിനോട് നീ മോശമായ രീതിയിൽ പൽക്ക പറയാൻ പാടില്ല, പെരുമാറാൻ പാടില്ല. ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ, ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ അല്ലാഹു അവനെ ശപിച്ചിടുന്നത് തന്നെ. ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ, ഒരു ചീത്ത എന്തെങ്കിലുമൊക്കെ മോശമുള്ള കാര്യം നമ്മൾ കാണുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട മാതാവ് രോഗിണിയായി കിടക്കയിൽ കിടക്കുകയാണ്. ആ പ്രിയപ്പെട്ട മാതാവിനെ യൂറിൻ പാസ് ചെയ്യാൻ ബാത്റൂമിൽ പോകാൻ കഴിയുന്നില്ല. നിന്റെ പ്രിയപ്പെട്ട മാതാവ് ലാട്രിയിൽ പോകാൻ കഴിയുന്നില്ല. സഹോദരങ്ങളെ, അങ്ങനെ കിടക്കയിൽ കിടന്ന് കാഷ്ടിക്കുകയും മൂത്രമൊഴിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മാതാവിന്റെ സവിധത്തിലേക്ക്, പ്രിയപ്പെട്ട പിതാവിന്റെ സവിധത്തിലേക്ക് നീ അങ്ങ് കടന്നു ചെന്നപ്പോൾ ഉമ്മ ഇങ്ങനെ ബെഡിൽ മൂത്രമൊഴിച്ച് കിടക്കുകയാണ്. നിനക്കങ്ങോട്ട് കയറി ചെന്നപ്പോൾ തന്നെ ഒരു അറപ്പ് തോന്നി, ഒരു വെറുപ്പ് തോന്നി. നീ മൂക്ക് പിടിച്ചു, എന്തോ ഒരു നാറ്റം, ദുർഗന്ധം, ഇത് ഹറാമാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. നിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിൽ വെച്ച് കിടക്കയിൽ ബെഡിൽ അവശതയോടെ രോഗിയായി കിടക്കുന്ന പ്രിയപ്പെട്ട മാതാവ് കിടന്നെടുത്തൊരു കാഷ്ടിച്ചെന്നു വരാം, മൂത്രമൊഴിച്ചെന്നു വരാം. ആ മാതാവിന്റെ മുന്നിൽ വെച്ച് നീ നിന്റെ മൂക്ക് പിടിക്കൽ ഹറാമാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ലോകത്തെത്രയാ നേതാക്കന്മാര് കടന്നു വന്നത്, ലോകത്തെത്രയാ പ്രത്യയശാസ്ത്രങ്ങളുള്ളത്, ലോകത്തെത്രയാ പ്രസ്ഥാനങ്ങളുള്ളത്. ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഏതു പ്രസ്ഥാനത്തിന്റെ നായകനാണ് ധൈര്യം കാണിച്ചത്? ഇതുപോലൊരു പ്രസ്താവന ഇറക്കാൻ ലോകത്തെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവാണ് ലോകത്തെ പഠിപ്പിച്ചത്. നിന്റെ മാതാവ്, നിന്റെ പിതാവ് അവശയായി ബെഡിൽ കിടക്കുമ്പോൾ ദുർഗന്ധം വമിച്ചാൽ, അവരുടെ മുന്നിൽ വെച്ച് നീ മൂക്ക് പിടിച്ചാൽ ആ ഉമ്മാടെ കൽബ് വേദനിക്കും, ആ അബ്ബാടെ കൽബ് വിഷമിക്കും. അത് ചെയ്യൽ ഹറാമാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഒരു ചീത്ത വാക്കെങ്ങാനും അവരെ പറഞ്ഞാലോ, ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ അല്ലാഹു അവനെ ശപിച്ചിടുന്നതു തന്നെ, അല്ലാഹു അവനെ ശപിച്ചിടുന്നതു തന്നെ. മഹാനായ ഇമാം ഖൽയൂബി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു മനോഹരമായ സംഭവം ഞാൻ പറയാം.
ഇമാം അത്താ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യന്മാരും കൂടി ഒരു യാത്ര പോകുകയാണ്. അന്ന് സൂര്യൻ അസ്തമിച്ചു, വൈകുന്നേര സമയമായി, ജാവൂ സമയമായപ്പോൾ ഇമാം അവറുകൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി യാത്ര ചെയ്യണ്ട, ഇനി യാത്ര തുടരണ്ട, ആ കാണുന്ന ഔത്തിൽ നമുക്ക് പോയി അഭയം തേടാം. ഒരു ശിഷ്യൻ കടന്നു ചെന്നു, വാതിൽ മുട്ടി, ഡോർ ഓപ്പൺ ആക്കിയപ്പോൾ ഒരു പ്രായമുള്ള മാതാവ് പുറത്തേക്ക് വന്നു. പ്രായമുള്ള ഉമ്മാനെ കണ്ടപ്പോൾ അത്താ ഇബ്നു യാസിർ തങ്ങളുടെ ശിഷ്യൻ പറഞ്ഞു, ഉമ്മാ, അത്താ ഇബ്നു യാസിർ തങ്ങളാണ്, അവിടുത്തെ ശിഷ്യന്മാരാണ്, ഇന്ന് ജാവൂ, അവിടുത്തെ ഔത്തിൽ ഞങ്ങൾ തങ്ങട്ടെ ഉമ്മ, താമസിച്ചോട്ടെ ഉമ്മ. മഹാനായ അത്താ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യന്മാരും കൂടി ആ ഉമ്മക്ക് വലിയ സന്തോഷമായി. പ്രായമുള്ള ഉമ്മ ഒറ്റയ്ക്ക് ആ വീട്ടിലുള്ളൂ. പ്രായമുള്ള ഉമ്മ പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് മർഹബാ. വലിയ അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാൻ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട മഹാൻ അത്താ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യന്മാരുമാണ്. എന്റെ ഔത്തിലേക്ക് മർഹബാ, സ്വാഗതം എന്ന് പറഞ്ഞു മാതാവ് സ്വീകരിച്ചു. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, സമയം പാതിരാത്രിയായി. ജാവൂ സമയം ഇങ്ങനെ ഏറിയേറി വന്നപ്പോൾ അത്താ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അതാ ഉറക്കം വരാതെ നിന്ന നിസ്കാരത്തിലാണ്. രാത്രി ഇങ്ങനെ നിസ്കരിച്ച് നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ജോറായൊരു ശബ്ദം. എന്ത് ശബ്ദമാണ്? കഴുത കരയുന്നത് പോലത്തെ ശബ്ദമാണ് കേൾക്കുന്നത്. കഴുത, ഡോങ്കി, ഡോങ്കി. കഴുതയ്ക്ക് എന്ത് പറയും? കഴുതയ്ക്ക് എന്ത് പറയും? ചാക്രെ, കഴുതയ്ക്ക് എന്ത് പറയും? പറയുന്നു. മപ്പ, ചക്ക, ചക്ക തിന്നുന്ന സാധനമല്ലേ. പപ്പ, കക്ക, തത്ത, തത്തക്കിയോ കിയോ എന്ന് വിളിക്കുന്ന സാധനം. ഏതായാലും അത് കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. വല്ലാത്ത ജോറായ വോയിസ് ഇങ്ങനെ കേൾക്കുകയാണ്. മഹാനായ അത്താ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അങ്ങ് പുറത്തിറങ്ങുകയാണ്. എവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നതെന്ന് അന്വേഷിച്ച് ആ ഔത്തിന്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ നടക്കുകയാണ്. കഴുതയെ കാണാനില്ല, ശബ്ദം മാത്രം ഇങ്ങനെ ഉയർന്നുയർന്നു കേൾക്കുകയാണ്. കഴുത കരയുന്ന ശബ്ദം കേട്ടിട്ട് ആ പരിസരം മുഴുവനും അത്താ ഇബ്നു യാസിർ തങ്ങൾ, പാതിരാത്രി സമയമാണ്, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന നേരമാണ്. ആ പരിസരം മുഴുവനും അന്വേഷിച്ചു, ഒരു കഴുതയെയും കണ്ടില്ല. പിറ്റേന്ന് രാവിലെ ആ ഉമ്മയോട്, മാതാവിനോട് യാത്ര പറഞ്ഞ് ഔത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്താ ഇബ്നു യാസിർ തങ്ങൾ ചോദിക്കുകയാണ്, ഉമ്മ, ഇന്നലെ രാത്രി ഞാൻ ഇവിടെ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഔത്തിന്റെ പുറത്ത് ഒരു കഴുത കരയുന്ന ശബ്ദം കേട്ടല്ലോ ഉമ്മ. പക്ഷേ നിങ്ങളുടെ തൊഴുത്തിലോ നിങ്ങളുടെ ഷെഡിലോ ഞാൻ കഴുതയെ കണ്ടിട്ടില്ല. കഴുതയുടെ പക്ഷേ കഴുത കരയുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. അന്നേരത്തെ മഹാനായ അത്താ ഇബ്നു യാസിർ തങ്ങളോട് ആ പ്രിയപ്പെട്ട മാതാവ് പറയുകയാണ്, തങ്ങളെ, എനിക്കൊരു മകനുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട മോൻ, അവന്റെ അപ്പ ചെറിയ പ്രായത്തിലെ അങ്ങ് മരിച്ചുപോയി. അബ്ബ മരിച്ചുപോയപ്പോൾ അവൻ യതീമായി.
എന്നോട് എന്റെ ബന്ധുക്കൾ പറഞ്ഞു മറ്റൊരു കല്യാണം കഴിക്കാൻ, എന്നോട് എന്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾ ആവശ്യപ്പെട്ടു മറ്റൊരു കല്യാണം കഴിക്കാൻ. പക്ഷേ ഞാനൊരു മംഗലവും കഴിച്ചില്ല, ഞാനൊരു കല്യാണത്തിനും തയ്യാറായില്ല. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഓമനത്വമുള്ള പൂമുഖം കണ്ടപ്പോൾ എന്റെ സൗന്ദര്യം ഞാൻ മറന്നുപോയി, എന്റെ യുവത്വം ഞാൻ മറന്നുപോയി. മറ്റൊരു കല്യാണം കഴിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. എന്റെ പൊന്നുമോന് വേണ്ടി ഞാൻ ജീവിച്ചു. തങ്ങളെ, എന്റെ പൊന്നുമോന് വേണ്ടി ഞാൻ ജീവിച്ചു. അന്യ വീടുകളിൽ പോയി പാത്രം കഴുകി, അന്യ വീടുകളിൽ പോയി മുറ്റമടിച്ചു. അവനെ പോറ്റാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു, ഒരുപാട് ത്യാഗം ചെയ്തു. അനാഥനായ അവനെ ഞാൻ എന്റെ ആയുസ്സും എന്റെ ആരോഗ്യവും എന്റെ യുവത്വവും എല്ലാം ചെലവാക്കി വളർത്തി വലുതാക്കി. ഒരു മോനെ ഞാനൊരു മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോൾ അവന്റെ സ്വഭാവം മുഴുവനും അടിമുടി മാറുകയാണ്. അവന്റെ സ്വഭാവം മുഴുവനും അടിമുടി മാറുകയാണ്. ഉമ്മ 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 എന്ന് വിളിച്ചിരുന്ന പൊന്നുമോന്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടായി. ചെറിയ നിസാരമായ കാര്യങ്ങൾക്ക് പോലും അവൻ എന്നോട് തർക്കിക്കുകയാണ്. എന്നോടവൻ വെറുതെ അരിശം വെക്കുകയാണ്. എന്നോടവൻ ഗളാട്ടയാക്കുകയാണ്. ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ എന്റെ പൊന്നുമോനാണ്, നിന്നെ 10 മാസം ഗർഭം ചുമന്നത് ഞാനാണ്. മരണവേദനയോടടുത്ത വേദന സഹിച്ച് നിന്നെ പ്രസവിച്ചത് ഞാനാണ്. അതുകൊണ്ട് നീ എന്നോട് അരിശം വെക്കല്ല, നീ എന്നെ പരിഹസിക്കല്ല, നീ എന്നെ ചീത്ത പറയല്ല, നീ എന്നോട് ഗളാട്ടയാക്കല്ല. സഹോദരങ്ങളെ സഹോദരങ്ങളെ, ആ പൊന്നുമോന് ഉമ്മയോട് ദേഷ്യമാണ്. നിസാരമായ കാര്യങ്ങളിൽ അവൻ എപ്പോഴും അവന്റെ പുണ്ടാട്ടിയുടെ അടുത്താണ്, അവൻ എപ്പോഴും അവന്റെ പെഞ്ഞാരിയുടെ അടുത്താണ്. അവൻ ഉമ്മാനെ വേണ്ട. നിസാര കാര്യങ്ങൾക്ക് പോലും ഉമ്മാനോട് തർക്കമാണ്. അവൻ ദേഷ്യം വരുമ്പോൾ അവൻ ഉമ്മാനെ തെറി വിളിക്കുകയാണ്. കഴുതത്തള്ളേ 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 എന്ന് വിളിച്ച് പ്രിയപ്പെട്ട മാതാവിനെ അവൻ പരിഹസിക്കുകയാണ്. ഒരു ദിവസം എന്റെ കൽബങ്ങ് വല്ലാതെ വേദനിച്ചു പോയി. എന്റെ പൊന്നുമോ, ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് വളർത്തിയ പൊന്നുമോൻ, ഞാൻ ഒരുപാട് വേദനകൾ സഹിച്ച എന്റെ പൊന്നുമോൻ, അവൻ എന്നോട് അരിശമുണ്ടായിട്ട് വിളിക്കുകയാണ്. മംഗല്യം കടിഞ്ഞായിട്ടാകുമ്പോൾ അവൻ എന്നോട് അരിശമായി. അവൻ എന്നോടിപ്പോൾ ഗളാട്ടയാക്കിയിട്ട് തെറി പറയുകയാണ്, ചീത്ത വിളിക്കുകയാണ്. കഴുതത്തള്ളേ 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 എന്ന് വിളിച്ചെന്നെ അധിക്ഷേപിക്കുകയാണ്. എനിക്ക് സഹിച്ചില്ല തങ്ങളെ. ഞാൻ എന്റെ 2 കൈകളും ആകാശലോകത്തേക്ക് ഉയർത്തിയിട്ട് എന്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞു, റബ്ബേ എന്നെ എന്റെ മകനിതാ കഴുതത്തള്ളേ എന്ന് വിളിച്ചു പരിഹസിക്കുകയാണ്. എന്റെ മകനിതാ എന്നെ ആക്ഷേപിക്കുകയാണ്. അവനെതിരെ നീ ആക്ഷൻ എടുക്കണേ അല്ലാഹ്, അവനെതിരെ നീ നടപടി കൈക്കൊള്ളണേ അല്ലാഹ് എന്ന് ഞാൻ എന്റെ റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ഒറ്റ ദുആയാണ്. അന്നേരം എന്റെ മകനൊരു രോഗം പിടിപെടുകയാണ്. അവനൊരു രോഗം പിടിപെട്ടു, അവൻ രോഗിയായി, അവൻ പേഷ്യന്റായി. എന്തെല്ലാം മാത്ര കൊടുത്തു നോക്കി, നോ ഫലം, ഒരു ആൻസറുമില്ല. ഇഞ്ചക്ഷൻ എഫക്ട് ചെയ്യൂല, ECG പിടിക്കൂല, എക്സ്റേയിൽ തെളിയൂല, ക്യാപ്സ്യൂളും ടാബ്ലറ്റും സിറപ്പ് കൊടുത്താലൊന്നും എഫക്ട് ആവൂല. കാരണം അല്ലാഹുവിന്റെ പണിഷ്മെന്റ് വന്നാൽ അങ്ങനെയാണ്.
അള്ളാഹുവിന്റെ പണിഷ്മെന്റ് വന്നാൽ ഡോക്ടറുടെ ടെലസ്കോപ്പുകൾക്കൊന്നും പറയാൻ പറ്റൂല. അള്ളാഹുവിന്റെ പണിഷ്മെന്റ് വന്നാൽ ഏത് ഹൈപ്പർ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഡോക്ടറുടെ ട്രീറ്റ്മെന്റുകൾ സക്സസ് ആകൂല. അള്ളാഹുവിന്റെ പണിഷ്മെന്റ് വന്നാൽ അങ്ങനെയാണ്. ഉമ്മ പറയുകയാണ്, അക്കാലത്ത് ജീവിച്ചിരുന്ന മുഴുവൻ ഡോക്ടർമാരുടെ അടുത്തും ഞാൻ കൊണ്ടുപോയി, മുഴുവൻ വിശ്വകരന്മാരുടെ അടുത്തും ഞാൻ എന്റെ പൊന്നുമോനെ കൊണ്ടുപോയി. ഒരുപാട് ചികിത്സകൾ നടത്തി, പക്ഷേ ട്രീറ്റ്മെന്റുകളൊന്നും സക്സസ് ആയില്ല. എന്റെ പൊന്നുമോനെ അവന്റെ ശരീരമാസകലം വ്രണങ്ങൾ വന്നു പഴുക്കാൻ തുടങ്ങി, കുരുക്കൾ വന്നു വമിക്കാൻ തുടങ്ങി. വല്ലാത്ത ദുർഗന്ധമാണ്, നാറ്റമാണ്, ബാഡ് സ്മെല്ലാണ്. അവന്റെ ശരീരം മുഴുവനും അവന് വ്യാപിച്ചു പോയി. അവന്റെ പ്രിയപ്പെട്ട പെഞ്ഞാരി അവനെ കളഞ്ഞിട്ടങ്ങ് പോയി. അവന്റെ ചങ്ങാതിമാര് അവന്റെ അടുത്ത് വരാതെയായി. അവനെ ആരും അടുപ്പിക്കുന്നില്ല. എല്ലാ പേരും അവനെ ദൂരത്താക്കുകയാണ്. അവൻ ഒറ്റപ്പെട്ടു പോയി. എനിക്കെന്റെ മകനാണവൻ, എനിക്കവനെ ഒഴിവാക്കാൻ പറ്റൂല. ഞാനവനെ സംരക്ഷിച്ചു തങ്ങളെ. അവന്റെ ശരീരത്തിൽ പുഴുക്കൾ ഇങ്ങനെ വമിക്കാൻ തുടങ്ങി. അവന്റെ ശരീരം പൊട്ടിയിട്ട് രക്തവും ചലവും പഴുപ്പുമൊക്കെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അവന്റെ ചാരത്തിരുന്നിട്ട് ഞാൻ അതെല്ലാം നല്ല നല്ല ഒപ്പിയെടുത്തു. അവനെ ശുശ്രൂഷിച്ചു. അവന് വേണ്ട എല്ലാ സമാധാനങ്ങളും ഞാൻ കൊടുത്തു. പിന്നെ മൂന്നാമത്തെ ദിവസമായപ്പോൾ എന്റെ പ്രിയപ്പെട്ട മകനും മരിച്ചുപോയി തങ്ങളെ. മൂന്നാമത്തെ ദിവസമായപ്പോൾ എന്റെ മകനങ്ങ് മരണപ്പെട്ടു പോയി. ആ കാണുന്നത് അവന്റെ ഖബറാണ്. അവന്റെ ബന്ധുക്കൾ അവന്റെ അടുത്ത് വന്നില്ല. അവന്റെ സ്നേഹനിധിയായ പെഞ്ഞാഴി അവനെ വിട്ടിട്ട് പോയി. അവന്റെ ചങ്ങാതിമാര് വന്നില്ല. അവൻ മരിച്ചു കിടന്നപ്പോൾ അവന്റെ ജനാസ കുളിപ്പിച്ചത് ഞാനാണ്. അവന് കഫം പുടവ ധരിപ്പിച്ചത് ഞാനാണ്. ആ കാണുന്ന കുഴിയിലേക്ക് അവനെ തള്ളിയിട്ട് ജനാസ കുളിച്ചിട്ടത് ഞാനാണ്. അവന്റെ ചങ്ങാതിമാര് വന്നില്ല. എല്ലാവർക്കും ഭയമായി പോയി. ഏതോ മാരക രോഗമാണ്, മാത്രകൾക്കും ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റാത്ത, ട്രീറ്റ്മെന്റുകൾ കൊണ്ട് സക്സസ് ആകാത്ത ഏതോ മാരകമായ രോഗമാണ്. ആ രോഗം പിടിപെട്ട് ഞങ്ങളവന്റെ ജനാസ കാണാൻ വന്നാൽ ഞങ്ങൾക്കും രോഗം പകർന്നാലോ? സാംക്രമിക രോഗങ്ങൾ പോലെ പടർന്നു പന്തലിക്കുന്ന വല്ല മാരക രോഗ, പ്ലേഗ് പോലെയോ എയ്ഡ്സ് പോലെയോ സാക്സ് പോലെയോ അതുപോലെ എന്തോ വലിയ മാരകമായ രോഗമാണെന്ന് നനച്ച് ആളുകൾ അവന്റെ അടുത്ത് വന്നില്ല. ഉമ്മയായ ഞാനാണ് അവനെ ആ കാണുന്ന കുഴിയിൽ കുളിച്ചു മൂടിയത് തങ്ങളെ. ചില രാത്രികളായാൽ, ചില ചാവൂ ടൈമായാൽ എന്റെ മകന്റെ ഖബറിന്റെ ഭാഗത്ത് നിന്നതാ കഴുത കരയുന്നത് പോലെ ശബ്ദം കേൾക്കുകയാണ്. കഴുത കരയുന്നത് പോലെ ശബ്ദം കേൾക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ, ഇന്നലെ ചാവൂ ടൈമിൽ നിങ്ങൾ കേട്ട ശബ്ദം എന്റെ മകന്റെ ഖബറിന്റെ അടുത്ത് നിന്ന് കേട്ട ശബ്ദമാണ്. ولا تقل لهما أف ولا تنهرهما وقل لهما قولا كريما وقل لهما قولا كريما. ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ അല്ലാഹു അവനെ ശപിച്ചിടുന്നതു തന്നെ. അല്ലാഹു അവനെ ശപിച്ചിടുന്നതു തന്നെ. ഇബ്ലീസ്
റളിയല്ലാഹു അൻഹു. ഇബ്ലീസ് ആരായിരുന്നു എന്ന് വെച്ചിട്ടാ? ഇബ്ലീസ് വലിയ ആളായിരുന്നു. ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായീൽ അലൈഹിമുസ്സലാത്തു വസ്സലാം തുടങ്ങിയ വലിയ പെരിയ മലക്കുകൾക്ക് ആകാശ ലോകത്ത് വഅള് പറഞ്ഞു കൊടുത്ത ഉസ്താദിന്റെ പേരാണ് ഇബ്ലീസ്. കണ്ടോ, ജിബ്രീലിന്റെ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന ലഅനത്തുല്ലാഹി അലൈഹി, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. കാരണം എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ ശാപം അവൻ ലഭിച്ചു. അതുകൊണ്ട് فسجد الملائكة كلهم أجمعون إلا إبليس أبى واستكبر وكان من الكافرين. القرآن. അപ്പൊ ഇബ്ലീസിന് അല്ലാഹുവിന്റെ ശാപം കിട്ടിയത് കൊണ്ടാണ് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നത്. ഉമ്മാനെ തെറി വിളിച്ചാൽ, അബ്ബാനെ തെറി വിളിച്ചാൽ അവനെ അല്ലാഹു ശപിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉഖൂഖുൽ വാലിദൈന മിൻ അക്ബറിൽ കബായിർ. ഉഖൂഖുൽ വാലിദൈന മിൻ അക്ബറിൽ കബായിർ. മുഹമ്മദ് മുസ്തഫ വൻപാപങ്ങളിൽപ്പെട്ടത് ഏതാ? അക്ബറിൽ കബായിർ, വൻപാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഒരു സഹാബി കടന്നു വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ എന്റെ ഉമ്മാടെ മുഖത്തേക്ക് ഒരു തവണ നോക്കിയാലോ നബിയേ? അവിടുന്ന് പറഞ്ഞു, നീ നിന്റെ ഉമ്മാടെ മുഖത്തേക്ക് സ്നേഹമസൃണമായ ഒരു നോട്ടം നോക്കിയാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് മോനെ. നീ നിന്റെ പ്രിയപ്പെട്ട ഉമ്മാടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒരു തവണ നോക്കിയാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് മോനെ. അന്നേരം ആ സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ ഉമ്മാടെ മുഖത്ത് ഒരു 100 വട്ടം ഞാൻ നോക്കിയാലോ നബിയെ? ഞാനൊരു 100 വട്ടം എന്റെ ഉമ്മാടെ മുഖത്തേക്ക് ഞാൻ നോക്കിയാലോ നബിയെ? അന്നേരം അവിടുന്ന് പറഞ്ഞു, മോനെ, നീ നിന്റെ ഉമ്മാടെ മുഖത്ത് ഒരു 100 വട്ടം നോക്കിയാൽ 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് മോനെ. 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് മോനെ. ഓ എന്റെ സഹോദരാ, ഹജ്ജ് ചെയ്യാൻ മക്കയിൽ പോകണമെന്നാണ് ഹബീബ് പറഞ്ഞത്. എന്നാൽ ഹജ്ജ് ചെയ്യാൻ പണമില്ലാത്ത പാവപ്പെട്ടവൻ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹജ്ജ് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. നിന്റെ ഉമ്മാടെ മുഖത്തേക്ക്, നിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ഒരു തവണ നോക്കിയാൽ, 100 തവണ നോക്കിയാൽ 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഭീമാപ്പള്ളിയിൽ മറവിട്ട് കിടക്കുന്നത് ആരാണ്? മഹദിയായ ബീവി ഉമ്മ റളിയല്ലാഹു അൻഹ. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ്, പ്രായമുള്ള ഉപ്പമാർ എഴുന്നേറ്റ്, ആ ബാലക്കാല ചെറിയ മക്കളൊക്കെ എല്ലാവരും ജോറിൽ ചൊല്ലി, അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അസ്സലാത്തു أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة. ആ ബാക്കിലൊന്നും ആരും ചെല്ലുന്നില്ല.
ارتكبت على الخطا غير حسر وعداد لك أشكو فيه يا سيدي خير النبي الصلاة الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد അല്ലാഹുവേ ഞങ്ങളെ ചൊല്ലിയ സ്വലാത്ത് മദീനയിൽ എത്തിക്കണേ തമ്പുരാനെ പുന്നാര നബി തങ്ങളുടെ മദീനയിലെ ആ റൗദത്തുൽ മുശറഫയുടെ ചാരത്ത് ഖബറു ശരീഫിന്റെ ഓരത്ത് നീ എത്തിക്കണേ അല്ലാഹ് അവിടുത്തെ ഞങ്ങളെ മജ്ലിസ് കൊണ്ട് സന്തോഷമാക്കണേ അല്ലാഹ് ആ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ മജ്ലിസിനെ സഹായിക്കുന്ന മുഅ്മിനീങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ് ഈ മജ്ലിസ് ോട് സഹകരിക്കുന്ന മുഅ്മിനീങ്ങളോട് നീ സഹകരണം കാട്ടണേ അല്ലാഹ് കടമുള്ളവരുടെ കടം വീട്ടി കൊടുക്കണേ അല്ലാഹ് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ് കിട്ടിയ മക്കളെ സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുകൾ ഓർമ്മശക്തിയുള്ള കൂർമ്മ ബുദ്ധിയുള്ള മക്കളാക്കണേ അല്ലാഹ് ഔത്തില്ലാത്തവർക്ക് നല്ല സമൃദ്ധിയുള്ള നല്ലൊരു ഔത്ത് കൊടുക്കണേ അല്ലാഹ് ഔത്തിന്റെ പണി നടക്കുന്നവർക്ക് ഔത്ത് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ് പടച്ചവനെ രോഗമുള്ളവർ കുടിക്കുന്ന കഴിക്കുന്ന മാത്രകൾ ഫലപ്രദമാക്കണേ അല്ലാഹ് പടച്ചവനെ രോഗികളുടെ മുഴുവൻ രോഗങ്ങളും തലവേദന നടുവേദന നട്ടൽ വേദന കാൽവേദന കൈവേദന എല്ലാ വേദനകളും നീ ശിഫയാക്കണേ അല്ലാഹ് ശിഫയാക്കണേ അല്ലാഹ് ഈ മജ്ലിസിനെ സഹായിക്കുന്ന ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാഹ് ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എത്രമേൽ മഹത്വമാണ് നമ്മുടെ ഉമ്മമാർക്ക് പഠിപ്പിച്ചു തന്നത്. ഭീമാപള്ളിയിൽ മഹദിയായ ബീവി ഉമ്മ റളിയല്ലാഹു അൻഹ മറപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. വലിയ കറാമത്തുകളുള്ള മഹദിയാണ് ഭീമാപള്ളിയിൽ. തിരുവനന്തപുരത്ത് കേരളത്തിന്റെ അങ്ങേയറ്റമായ ഇവിടെ നിന്ന് ഏകദേശം 650-700 കിലോമീറ്റർ അകലെ തിരുവനന്തപുരത്ത് ഭീമാപള്ളിയിൽ മറപ്പെട്ട് കിടക്കുന്ന മഹദിയായ ബീവി ഉമ്മ റളിയല്ലാഹു അൻഹ. ഞങ്ങളുടെ നാട്ടിൽ ഈ അടുത്തൊരു പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാൻ പറയുന്നത്. ഒരു മാതാവ് തന്റെ മകനോട് പറഞ്ഞു, എനിക്ക് ഭീമാപള്ളി പോകണം, ഭീമാപള്ളി പോകണം, ഭീമാപള്ളി പോകണം. മോനെ, നന്നേ പ്രായമായല്ലോ, എനിക്ക് ബീവി ഉമ്മയുടെ ചാരത്ത് ഭീമാപള്ളിയിൽ എന്നെ ഒന്ന് കൊണ്ടുപോകാവോ, എന്നെ ഒന്ന് കൊണ്ടുപോകാവോ? അപ്പൊ മോൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം ഉമ്മ, ഞാൻ കൊണ്ടുപോകാം. എപ്പോഴാ കുറെ നാളായ ഉമ്മയുടെ ആഗ്രഹമാ ഭീമാപള്ളി പോണം, ഭീമാപള്ളി പോണം. ഒരു ദിവസം മോൻ ഉമ്മടുത്ത് പറഞ്ഞു, ഉമ്മ നമുക്ക് ഭീമാപള്ളി പോണ്ടായോ? ആ പോകാം, എന്നാ പോ, നമുക്ക് പോരൂല്ലേ? പോയി രണ്ടാളും പാട് ഭീമാപള്ളിയിലേക്ക് പോയി. സഹോദരങ്ങളെ ഹൃദയം തുറന്നു വെച്ചിട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ വിനയപുരസരം പറയുകയാണ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ആ പ്രിയപ്പെട്ട മാതാവ് 3 ദിവസമായി ഭീമാപള്ളിയിൽ ആ ഹൗദിന്റെ ഓരത്തൊരു ഉമ്മറപ്പടിയുണ്ട്, ഒരു സ്റ്റെപ്പിന്റെ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭീമാപള്ളിയിൽ വന്നിട്ട് 3 ദിവസമായി ആ ഉമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ കരച്ചിലോട് കരച്ചിലാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒഴുകി ആ പ്രിയപ്പെട്ട മാതാവ് ഇങ്ങനെ പൊട്ടി കരയുകയാണ്. ഒരു ജേർണലിസ്റ്റായ പത്രപ്രവർത്തകയായ പെണ്ണ്, അവള് ഭീമാപള്ളി വിസിറ്റ് ചെയ്യാൻ വേണ്ടി, മുസ്ലിം ഒന്നും അല്ല, ഹൈന്ദവയായ ഒരു പെണ്ണ്, ലേഡി ജേർണലിസ്റ്റ്, പത്രപ്രവർത്തക. അവള് ഭീമാപള്ളിയിൽ ഭീമാ ഉമ്മയെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു നോക്കുമ്പോൾ ഒരു മാതാവ്, പ്രായമുള്ള മാതാവ്, 80 വയസ്സ് പ്രായമുള്ള മാതാവ്, 18 years. സഹോദരങ്ങളെ, 80 വർഷങ്ങൾ പഴക്കമുള്ള ആ പ്രിയപ്പെട്ട മാതാവ് ഭീമാപള്ളിയിൽ ഒരു സ്റ്റെപ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒറ്റക്കിരുന്ന് കരയുകയാണ്. ഈ പെണ്ണടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല ഉമ്മ, എന്തിനാ കരയുന്നേ? അന്നേരത്ത് മാതാവ് പറഞ്ഞു, മോളെ, എന്റെ കുഞ്ഞുമോനെ കാണാനില്ല, എന്റെ പൊന്നുമോനെ കാണാനില്ല.
പറയുന്നത് 80 വയസ്സ് പ്രായമുള്ള ഉമ്മയാണ് മോനെ കാണാനില്ലെന്ന് പറഞ്ഞ് കരയുന്നത്. 3 ദിവസമായി മോളെ ഭീമാ പള്ളിയിൽ വന്നിട്ട് 3 ദിവസമായി. എന്റെ കുഞ്ഞ്, എന്റെ പൊന്നുമോൻ എന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോയതാണ്. ഉമ്മ അടുത്ത് പറഞ്ഞു അവിടെ ഇരിക്കാൻ. ഞാൻ അവിടെ ഇരുന്നു. എന്റെ മകൻ പോയിട്ട് ഇതുവരെ വന്നില്ല. അവനെ ആരോ തട്ടിക്കൊണ്ടുപോയി. എന്റെ മോനെ കാണുന്നില്ല. എന്റെ ഹൃദയമുള്ള ഉമ്മമാരെ, എന്റെ ഹൃദയമുള്ള ഉപ്പമാരെ, ജേർണലിസ്റ്റായ പത്രപ്രവർത്തകയായ പെണ്ണ് അവൾ അന്വേഷിച്ചു. അവൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഒടുവിൽ ഒരു വലിയ സത്യമാണ് ലോകം തിരിച്ചറിഞ്ഞത്. ഒരു വലിയ യാഥാർത്ഥ്യമാണ് ലോകം തിരിച്ചറിഞ്ഞത്. എന്താണെന്നല്ലേ, 80 വയസ്സായ രോഗിണിയായ ഉമ്മ ഭീമാപ്പള്ളിയിൽ നമ്മുടെ ഉള്ളാളത്തെ പോലെ കുറെ യാചകരായ ആളുകളുണ്ട്, ബഗ്ഗേഴ്സ്. അവരവിടെ വരുന്ന ആളുകളടുത്ത് കൈ നീട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് മേടിച്ച് തിന്ന് അവിടെ തന്നെ കിടന്നുറങ്ങുന്ന കുറെ ആളുകളുണ്ട്. ഭീമാപ്പള്ളിയിലുണ്ട് അതുപോലെ. ഇവൻ വന്ന് നോക്കുമ്പോ കുറെ ആളുകൾ ഇങ്ങനെ അംഗവൈകല്യമുള്ളവർ. ഉമ്മായാണെങ്കിൽ കൈ പിടിച്ചാ കൊണ്ടുവന്നത്. 80 വയസ്സ് പ്രായമുള്ള ഉമ്മാക്ക് കണ്ണ് തീരെ കണ്ടുകൂടാ, ചെവി തീരെ കേട്ടുകൂടാ. ഭീമാപ്പള്ളിയിൽ ആക്കിയിട്ട് അങ്ങ് പോകാം. ഇവിടെ ആളുകൾ കൊടുക്കുന്നതൊക്കെ തിന്നിട്ട് കിടന്നോളും, അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. മരിക്കുമ്പോ ഭീമാപ്പള്ളിയുടെ കമ്മിറ്റിക്കാരെടുത്ത് കബറടക്കിക്കോളും, നമുക്കൊരു ഡിസ്റ്റർബും ഇല്ല എന്ന് വിചാരിച്ച് പ്രിയപ്പെട്ട പൊന്നുമോൻ തന്റെ പ്രിയപ്പെട്ട ജന്മം നൽകിയത് ആരാണോ, തന്നെ ആരാണോ 10 മാസം ഗർഭം ചുമന്നത്, തന്നെ ആരാണോ മരണവേദനയോ അടുത്ത വേദന സഹിച്ച് പ്രസവിച്ചത്, തന്നെ ആരാണോ താരാട്ടിയത്, തന്നെ ആരാണോ പാലൂട്ടിയത്, തന്നെ ആരാണോ തലോടിയത്, തന്നെ ആരാണോ തന്റെ കയ്യിൽ പിടിച്ച് നടക്കാൻ പഠിപ്പിച്ചത്, ആ പ്രിയപ്പെട്ട മാതാവിനെ കൊണ്ടുപോയി ഭീമാപ്പള്ളിയിൽ വലിച്ചെറിഞ്ഞു. ഏത് സമുദായത്തിൽപ്പെട്ട മോനാണ്? നമ്മുടെ സമുദായത്തിൽപ്പെട്ട മകൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, وَاخْفِضْ لَهُمَا جَنَاحَ الذُّلِّ مِنَ الرَّحْمَةِ وَاخْفِضْ لَهُمَا جَنَاحَ الذُّلِّ مِنَ الرَّحْمَةِ وَقُلْ رَبِّ ارْحَمْهُمَا كَمَا رَبَّيَانِي صَغِيرًا. നീ നിന്റെ ഉമ്മാക്കും നിന്റെ വാപ്പാക്കും കാരുണ്യത്തിന്റെ ചിറകുകളിൽ താഴ്ത്തി കൊടുക്കണം. പ്രായമാകുമ്പോ ഉമ്മാക്ക് കണ്ണ് കാണത്തില്ല, ഉമ്മാക്ക് ചെവി കേൾക്കത്തില്ല. ഉമ്മ ഇങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കും, മുറുക്കാനൊക്കെ ഇടിച്ച് ചവച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പൊ കാണാം ഒരു സ്കൂട്ടർ ഇങ്ങനെ പോണ. അപ്പൊ ഉമ്മ വിളിക്കും, മോനെ. അപ്പൊ നമ്മള് എന്തോ ഇന്ന് വന്നേ, ഇപ്പൊ ആരോ ഒരാൾ ഇങ്ങനെ പോയല്ലോ, അതാരാ? ഉമ്മ ചോദിക്കും, പ്രായമുള്ള ഉമ്മ ചോദിക്കും. അപ്പൊ നമ്മൾ പറയും, അത് അപ്പുറത്തെ വീട്ടിലെ അപ്പുറത്തെ ഔത്തിലുള്ള കബീറ ഉമ്മ. ഉമ്മാക്ക് ചെവി കേട്ടൂടല്ലോ. ഉമ്മ വീണ്ടും ചോദിക്കും, ആരാ പോയേ? ഇപ്പൊ മോൻ പറയും, അപ്പുറത്തെ വീട്ടിലെ കബീർ. ഉമ്മ വീണ്ടും ആരാ പോയ? ഉമ്മാക്ക് ചെവി കേട്ടൂടാ. ഉമ്മ 1 വട്ടമല്ല 2 വട്ടമല്ല 3 വട്ടം ചോദിക്കുമ്പോൾ മകന് മടുപ്പാകും. മകന് മോന് ബോറടിക്കുകയാണ്. അവസാനം പറയും, ഒന്നും മിണ്ടാതെ വാഴ പൊട്ടി മിണ്ടാതിരിക്കാവോ? ഇത് മരിക്കാറായി, കാലാവധി ഡേറ്റ് എക്സ്പയർ ആവാറായി സാധനം. വഴിയെ പോകുന്ന ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഒന്ന് മിണ്ടാതിരിക്കാമോ എന്ന് പറയും. പൊന്നുമോൻ ആരോട്? സ്നേഹമാണ്, സഹനമാണ്, പൊന്നുമ്മ ജീവനാണ്. സ്നേഹമാണ്, സഹനമാണ്, പൊന്നുമ്മ ജീവനാണ്. ധിക്കാരം കാട്ടി നീ ചീത്ത വീളിച്ചിടല്ലേ, ഹുങ്കാരഭാവം കാട്ടി തല്ലി ചതച്ചിടല്ലേ. ധിക്കാരം കാട്ടി നീ ചീത്ത വീളിച്ചിടല്ലേ, ഹുങ്കാരഭാവം കാട്ടി തല്ലി ചതച്ചിടല്ലേ. സ്നേഹമാണ്, സഹനമാണ്, പൊന്നുമ്മ ജീവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ
ഓമലേ ആശയേറും നാമ്പലേ അള്ള തന്ന കാവലേ ലാ ഇലാഹ ഷാക്കിർ ബക്കറ്റുള്ള വീരനാം അലിയാരുടെ ധീരകഥകൾ കേൾക്കണം വീരനായി മോൻ വളരണം വീരിത പൊന്നാരമേ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ ബക്കറ്റുള്ള നടത്തത്തില്ലയോ ഇവിടെ നടത്ത അവിടെ വേറെ നടത്തിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പതിവുള്ള നിങ്ങൾ എല്ലാവരും പോക്കറ്റ് കഴിയട്ടെ എല്ലാവരും ഒന്ന് പോക്കറ്റ് കഴിയട്ടെ ഒരു 100ന്റെ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും ഒരു 50ന്റെ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും സ്റ്റേജ് ഉദ്ഘാടന സ്റ്റേജ് നടത്തട്ടെ ഉലൂ തക്ബീർ മുഅ്മിനീങ്ങളെ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി ഈ ചെറുപ്പക്കാർ ഈ ബാലക്കാർ ഇറങ്ങി പുറപ്പെടുമ്പോ നിങ്ങൾ എല്ലാവരും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കരുത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പൈസ കൊണ്ട് നിങ്ങൾ സഹായിക്കുക അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യും എല്ലാവരും പച്ച കളർ നോട്ട് ഗ്രീൻ കളർ നോട്ട് നമ്മളെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ഫോട്ടോ ഉള്ള ഗ്രീൻ കളർ നോട്ട് എല്ലാവരും പോക്കറ്റ് കേട്ടണം ഒരാളും ഇണ്ടാതിരിക്കാം എടുക്ക എല്ലാവരും എടുക്ക പോക്കറ്റ് ഓപ്പൺ ഓപ്പൺ പോക്കറ്റ് ഓപ്പൺ ചിരിക്കാനല്ല സീരിയസ് സഹായിക്കുക അല്ലാഹു ബർക്കത്ത് നൽകട്ടെ സഹായിക്കുന്ന മുഅ്മിനീങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ് ആണ്ട ഒറ്റ ആൾ ആമീൻ പോലും പറയില്ല പൈസ ഇല്ല സഹായിക്കാൻ വേണ്ട സഹായിക്കുന്ന മുഅ്മിനീങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ് സഹോദരങ്ങളെ അതുകൊണ്ട് ആ പ്രിയപ്പെട്ട മാതാവിനെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ കണ്ടോ ഖുർആൻ പറഞ്ഞു വഖ്ഫിദ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ നീ നിന്റെ പ്രിയപ്പെട്ട മാതാവിന് നീ നിന്റെ പ്രിയപ്പെട്ട പിതാവിന് കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണേ നിന്റെ മാതാവിന് വേണ്ടി നീ ദുആ ഇറക്കണം ഉമ്മ പാടി തന്ന താരാട്ടു പാട്ട് പോലൊരു പാട്ട് ലോകത്തെവിടെയാണ് നിങ്ങൾ മറന്നുപോയി ഈ ശബ്ദം കേൾക്കുന്ന ഒരൊരാൾക്കും ഓർമ്മയില്ല ഉമ്മ പാടി തന്ന താരാട്ടു പാട്ട് ഉമ്മ പാടി നമ്മളെ ഉറക്കിയ താരാട്ടു പാട്ട് ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഒരൊറ്റയാൾക്കും ഉമ്മാന്റെ താരാട്ടു പാട്ട് ഓർമ്മയില്ല എപ്പോഴാ ഓർമ്മ വരുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനെയോ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളെയോ നിങ്ങളുടെ പ്രിയപ്പെട്ട പെണ്ണാടി ടൈമിൽ എഴുന്നേറ്റ് ഉറക്കം വിളിച്ചിരുന്ന് അവൾ താരാട്ടു പാടുകയാണ് നിങ്ങളുടെ മകനെ നിങ്ങളുടെ പൊന്നുമോള് നിങ്ങളുടെ പെണ്ണാടി എപ്പോഴാണോ താരാട്ട് പാട്ടുന്നത് അപ്പോഴാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർക്കുന്നത് റബ്ബേ എന്റെ ഉമ്മ എന്നെ ഇതുപോലെ പണ്ട് താരാട്ട് പാട്ടിയതാ എന്റെ പ്രിയപ്പെട്ട മാതാവ് എന്നെ ഇതുപോലെ താരാട്ടി ഉറക്കിയതാ എത്ര ആളുകളുടെ കൽവിൽ ഇത് ഓർമ്മ വരുമെന്ന് എനിക്കറിയില്ല എത്രയോ മരണപ്പെട്ടു പോയ എത്രയോ ഉമ്മമാരുണ്ട് എത്ര ആളുകളാ ഒരു ഫാത്തിഹയെങ്കിലും ഉമ്മയുടെ പേര് ഓരുന്ന ആളുകൾ എത്ര പേരുണ്ടെന്ന് കൈവെക്കാൻ പറഞ്ഞ എത്ര പേര് കൈവെക്കും ഈ സദസ്സിൽ സഹോദരങ്ങളെ ഗൗരവത്തോടെ പറയുകയാണ് ഖുർആൻ പറഞ്ഞു വഖുൽ റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി നിന്റെ പ്രിയപ്പെട്ട വാപ്പാക്ക് വേണ്ടി നീ ദുആ ഇറക്കണേ അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് പൊറുക്കണേ അല്ലാഹ് എന്റെ അപ്പാക്ക് പൊറുക്കണേ അല്ലാഹ് എന്റെ ഉമ്മാക്ക് കാരുണ്യം ചെയ്യണേ അല്ലാഹ് എന്റെ ഉമ്മാക്ക് കരുണ ചെയ്യണേ അല്ലാഹ് ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം മൻ സാറ ഖബറ അബവൈഹി ഔ അഹദിഹിമാ ഫീ കുല്ലി ജുംഅത്തിൻ ഗുഫിറ ലഹു വ കുതിബ ബർറാ കണ്ടില്ലേ മഹാനായ ഇമാം ഖയ്യൂബി ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവം ഞാൻ പറയാം മഹാനായ ഉസ്മാൻ ബിൻ സൗദത്തു തവാഫി എന്ന പേരിൽ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു ആരാണ് മഹാനായ ഉസ്മാൻ ബിൻ സൗദത്തു തവാഫി
വലിയ പണ്ഡിതനാണ്, വലിയ ആലിമാണ്, ആബിദായ മനുഷ്യനാണ്. ഉസ്മാൻ ഇബ്നു സൗദത്തു തവാഫി എന്ന പണ്ഡിതനൊരു പതിവുണ്ട്, ഒരു ആദത്തുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും തന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഖബറിടം സിയാറത്ത് ചെയ്യുന്ന പതിവുണ്ട്. പണ്ഡിതനായ ആലിമായ ആബിദായ ഉസ്മാൻ ഇബ്നു സൗദത്തു തവാഫി. സഹോദരങ്ങളെ, ഒരു ദിവസം ഉമ്മാനെ സ്വപ്നത്തിൽ കാണുകയാണ് മഹാൻ. ഉമ്മ സ്വപ്നത്തിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, മോനെ ഉസ്മാനെ, എല്ലാ വെള്ളിയാഴ്ചയും നീ എന്റെ ചാരത്ത് വരാറുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും എന്റെ ഖബർ നീ സന്ദർശിക്കാറുണ്ട്. ഉസ്മാൻ, ആ വരവ് മുടക്കരുതേ മോനെ, ആ വരവ് സ്റ്റോപ്പാക്കല്ലേ മോനെ. എല്ലാ വെള്ളിയാഴ്ചയും എന്റെ ഖബറിന്റെ അടുത്ത് നീ വരണമേ മോനെ. ഉസ്മാൻ ഇബ്നു സൗദത്തു തവാഫി എന്ന പണ്ഡിതന്റെ പ്രിയപ്പെട്ട മാതാവ് സ്വപ്നത്തിൽ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, ഉസ്മാനെ, എല്ലാ വെള്ളിയാഴ്ചയും നീ എന്റെ ചാരത്ത് വരണേ. ഉമ്മ, എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ നിങ്ങളുടെ ചാരത്ത് വരാറുണ്ട് മാതാവേ, എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ നിങ്ങളുടെ ചാരത്ത് വരാറുണ്ട് മാതാവേ. മോനെ, ഞാൻ എന്തുകൊണ്ടാണ് നിന്നോടത് പറഞ്ഞതെന്നറിയുമോ? എന്തുകൊണ്ടാണ് നിന്നോട് ഞാനത് പറഞ്ഞതെന്നറിയുമോ? ഉസ്മാനെ, ഉസ്മാനെ, നീ കടന്നു വരുന്ന നേരത്ത് മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിന്റെ ഭാഗത്തേക്ക് നീ അങ്ങ് കടന്നു വരുമ്പോൾ മറ്റു ഖബറാളികൾ വിളിച്ചു പറയുകയാണ്, മറ്റു ഖബറാളികൾ ജോറിൽ ചൊല്ലുകയാണ്, ഓ റാഹിബ, റാഹിബ, നിന്റെ സ്വാലിഹായ ആലിമായ ആബിദായ മകനിതാ വരുന്നുണ്ട് റാഹിബ. ഉസ്മാൻ തങ്ങളുടെ ഉമ്മാടെ പേരാണ് റാഹിബ എന്ന് മറ്റു ഖബറാളികൾ എല്ലാവരും വിളിച്ചു പറയുകയാണ്, ഓ റാഹിബ, ഓ റാഹിബ, നിന്റെ ആലിമായ നിന്റെ സ്വാലിഹായ മകനിതാ, മോനിതാ വരുന്നുണ്ട് മോളെ റാഹിബ. നീ എന്റെ ഖബറിലേക്ക് വരാൻ വേണ്ടി ഖബർസ്ഥാനിലേക്ക് പുറപ്പെടുന്ന സമയത്ത് മറ്റു ഖബറാളികൾ മുഴുവനും വിളിച്ചു പറയുകയാണ്, മോളെ റാഹിബ, നിന്റെ ആലിമായ, നിന്റെ ആബിദായ, നിന്റെ ശ്രേഷ്ഠനായ മകനിതാ വരുന്നുണ്ട്. കാരണം എന്താണ്? നീ ആ ഖബറിന്റെ ചാരത്തു കടന്നു വന്നിട്ട് ഉമ്മയാകുന്ന എനിക്ക് വേണ്ടി ഖുർആൻ ഓതി ദുആ ചെയ്യുന്നിട്ട് അതാ ഹദിയ ചെയ്യുന്ന നേരത്ത് മറ്റു ഖബറാളികളെ കൂടി നീ പരിഗണിക്കാറുണ്ടല്ലോ മോനെ ഉസ്മാനെ. മറ്റ് ഖബറാളികളെ കൂടി നീ പരിഗണിക്കാറുണ്ടല്ലോ, അതുകൊണ്ട് മറ്റ് ഖബറാളികൾക്ക് നീ വരുന്നത് വലിയ സന്തോഷമാണ് മോനെ ഉസ്മാൻ. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ സാറ ഖബറ അബവൈഹി ഔ അഹദിഹിമാ, മാതാവിന്റെ പിതാവിന്റെ ഖബർ വെള്ളിയാഴ്ച ദിവസം സാലിഹായ ഒരു മകൻ സിയാറത്ത് ചെയ്താൽ, ഓ എന്റെ അബ്ബമാരെ, എന്റെ പ്രിയപ്പെട്ട ബാലക്കാരെ, എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ഖൽബിന്റെ ഭാഷയിൽ പറയുകയാണ്, മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട മാതാവിന്റെ ഖബറിന്റെ ചാരത്ത് വെള്ളിയാഴ്ച പോകണേ. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് വെള്ളിയാഴ്ച പോകണേ. ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം മരണക്കെട്ട് കിടക്കുന്ന മാതാവിന്റെ പിതാവിന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ, അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതിയാൽ, അവർക്ക് വേണ്ടി ഇഖ്ലാസും മുഹബ്ബതത്തൈനി ഓതിയാൽ, മുഹബ്ബതത്തൈനി ഓതി ഇഖ്ലാസ് ഓതി ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി തന്റെ പ്രിയപ്പെട്ട മകൻ ദുആ ചെയ്താൽ, സ്വാലിഹായ മകന്റെ പ്രാർത്ഥനയുടെ ഫലമായി ആ മാതാപിതാക്കൾ പാപികളാണെങ്കിലും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ആ ഉമ്മായെയും ആ അപ്പായെയും അല്ലാഹു സ്വാലിഹീൻ
സ്വാലിഹീങ്ങളുടെ ലിസ്റ്റിലേക്ക് ഫയൽ മാറ്റി എഴുതുമെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. അല്ലാഹുവിന് ഈ വിഷയത്തിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയ പോളിസി ഉണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ സൂക്ഷിക്കും, നിങ്ങളുടെ ബ്രെയിനിനകത്ത് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കും. എങ്ങനെ? ഉമ്മാടെയും ഉപ്പാടെയും വിഷയത്തിൽ അല്ലാഹുവിന് ഒരു സ്പെഷ്യലൈസ്ഡ് ആയ ഒരു നയം എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ ഇവിടെ ഒരുപാട് ഒരുപാട് പെണ്ണുപിടി, പലിശ ഇടപാട് നടത്തും, എല്ലാ വേണ്ടാത്തീനങ്ങളും കാണിച്ചു. അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല ലൈഫ്, നല്ല കാറ്, നല്ല ഔത്ത്, നല്ല ബിസിനസ്, നല്ല മണി പവർ, നല്ല പൊളിറ്റിക്കൽ ഹാൻഡ് പവർ, എല്ലാ സെറ്റപ്പും, എല്ലാ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പും, എല്ലാ അണ്ടർ സെറ്റപ്പും എല്ലാം. പക്ഷേ ഉമ്മായെയും വാപ്പായെയും ദ്രോഹിക്കുന്ന ആളുകൾ ആരെങ്കിലും നിങ്ങളുടെ അയൽപ്പക്കത്തോ നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലുമോ ഉണ്ടെങ്കിൽ, എങ്ങനെ? ഉമ്മായെ ദ്രോഹിക്കുന്നവരുണ്ടോ? ഉപ്പായെ അബ്ബായെ ദ്രോഹിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? നിങ്ങളൊരു കാര്യം എഴുതി വെച്ചുകൊള്ളുക, നിങ്ങളുടെ മക്കൾ നിങ്ങളെ ദ്രോഹിക്കുന്നതാണ്, നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഉപദ്രവിക്കുന്നതാണ്. ഉമ്മായെ നോവിക്കുന്നവരെ, അബ്ബായെ ദ്രോഹിക്കുന്നവരെ, ഉമ്മാനെ ദ്രോഹിക്കുന്നവരെ, അബ്ബാനെ ദ്രോഹിക്കുന്നവരെ, അല്ലാഹു നിങ്ങളെ മക്കളെ കൊണ്ട് നിങ്ങളെ ദ്രോഹിക്കുന്നതാണ്, നിങ്ങളെ ഉപദ്രവിപ്പിക്കുന്നതാണ്. കണ്ടോ ഇമാം അലി ഇബ്നു അബീ താലിബ്, സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ചൂടുവെള്ളം ഹോട്ട് വാട്ടർ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു പാതിരാത്രി സമയത്ത് അവിടുത്തെ മസ്ജിദുൻ നബവിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഒരു വല്ലാത്ത, അവിടുന്ന് തന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കഅബാലയത്തിന്റെ ഭാഗത്ത് ഒരു വല്ലാത്ത ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. രണ്ടു മക്കളുണ്ട്, ചെറിയ മക്കൾ, ഹസൻ ഹുസൈൻ. സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗത്തിന്റെ യുവാക്കളുടെ നേതാക്കന്മാരാണ് രണ്ടുപേരും. അപ്പോ ഇവിടെ നിന്നോ ഒരു കരച്ചിലിന്റെ ശബ്ദം കേൾക്കുകയാണ്. പാതിരാത്രി സമയമാണ്, 12 മണി 1 മണി സമയമാണ്. ഇത്രയും വലിയ ജാവു ടൈമിൽ ആരാ കരയുന്നതാരാ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു രണ്ട് പൊന്നുമക്കളെ അടുത്ത് വിളിച്ചു, ഹസനെയും ഹുസൈനെയും അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, എവിടെ നിന്നോ ആരോ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ആരാണ് കരയുന്നതെന്ന് നിങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരുമോ? ആരാണ് കരയുന്നതെന്ന് നിങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരുമോ? രണ്ട് മക്കളും കൂടി നടന്നു പോയി. നോക്കുമ്പോൾ കഅബാലയത്തിന്റെ ഭാഗത്ത് നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. കഅബാലയത്തിന്റെ ഭാഗത്ത് നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. അവിടെ പോയി നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ കിടന്ന് വലിയ വായിൽ കരയുകയാണ്. ഒരു വലിയ മനുഷ്യൻ കിടന്ന് കരയുകയാണ്, നിലവിളിക്കുകയാണ്, യാ വൈലത്താ, യാ വൈലത്താ, ളലംതു നഫ്സി, ളലംതു നഫ്സി, യാ ലൈതനി ലം തലിദ്നി ഉമ്മി, യാ ലൈതനി ലം തലിദ്നി ഉമ്മി, യാ വൈലത്താ, യാ വൈലത്താ. ഒരു മനുഷ്യൻ കഅബാലയത്തിന്റെ ഭാഗത്ത് കിടന്ന് ആർത്തട്ടഹസിച്ച് നിലവിളിക്കുകയാണ്, കരയുകയാണ്. വലിയ വായിൽ അയാൾ ഉറക്കെ കരയുകയാണ്. സഹോദരങ്ങളെ, ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ അയാളുടെ അടുത്ത് നിന്ന് ചോദിച്ചു, നിങ്ങൾ ആരാ? എന്താ ഈ പാതിരാത്രി, ഈ ജാവു ടൈമിൽ മക്ക മുഴുവനും ഉറങ്ങുമ്പോ നിങ്ങൾ ഇങ്ങനെ കരയുന്ന എന്തിനാ, വിളിക്കുന്ന എന്തിനാ? അന്നേരത്തെ അയാൾ പറഞ്ഞു, വാവിട്ട് നിലവിളിക്കുന്ന പാപി ചൊല്ലിടാമേ, വാവിട്ട് നിലവിളിക്കുന്ന പാപി കഥന കഥകൾ ചൊല്ലിടാമേ,
കഥകൾ കേൾക്കിടുവാൻ മനസ്സുണ്ടാകുമോ മനസ്സുണ്ടാകുമോ ഞാൻ എൻ്റെ വിഷമങ്ങൾ പറയാം ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറയാം ഓ നിങ്ങളത് കേൾക്കുമോ കുട്ടികളെ കേൾക്കുമോ മക്കളെ ഹസനും ഹുസൈനും പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ ഖലീഫയുടെ മക്കളാണ് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ രാജ്യത്തെ ഖലീഫയായ രാജാവായ അലി ഇബ്നു അബീ താലിബിനോട് പറയാം ഞങ്ങൾ അവിടുത്തെ മക്കളാണ് ഞങ്ങളോട് പറയണ്ട ഞാൻ എങ്ങനെയാണ് ഖലീഫയെ കാണുക നിങ്ങൾ പോയിട്ട് ഖലീഫയോട് എൻ്റെ അടുത്തേക്കൊന്ന് വരാൻ പറയുമോ നിങ്ങൾ പോയിട്ട് ഖലീഫയോട് ഒന്ന് കഅബാലയം വരെ വരാൻ പറയുമോ നിങ്ങൾ എൻ്റെ അവസ്ഥ കാണുന്നില്ലയോ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് ബ്ലഡ് ഇങ്ങനെ ഒലിക്കുകയാണ് ശരീരം മുഴുവനും ബോഡി ഫുൾ മുറിവാണ് എൻചൊറിയാണ് പരിക്കുകളാണ് രക്തമൊഴുകുകയാണ് ചലമൊഴുകുകയാണ് പഴുപ്പൊഴുകുകയാണ് ചീഞ്ചലമൊഴുകുകയാണ് അയാൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ് സക്കറാത്തിന്റെ ഹാലിലാണ് അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് മക്കള് പറഞ്ഞു ഞങ്ങള് ഞങ്ങളുടെ ഉപ്പയോട് ഇങ്ങോട്ട് വരാൻ പറയാം നിങ്ങൾ ഞങ്ങളോട് സങ്കടമൊന്നും പറയണ്ട ഞങ്ങളുടെ ഉപ്പയായ ഖലീഫ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മരുമകനാണ് അർശിലെ പൂലിയേ അബൂ താലിബിൻ പൂമകനേ അബൂ താലിബിൻ പൂമകനേ എന്താ നിങ്ങൾക്ക് വേണ്ടത് ഇത് കഅബയാണ് കഅബാലയത്തിന്റെ ഓരത്ത് കിടന്ന് ഇങ്ങനെ വാവിട്ട് നിലവിളിച്ച് കരയുന്നതെന്തിനാ വാവിട്ട് നിലവിളിച്ച് കരയുന്നതെന്തിനാണ് മനുഷ്യ നിങ്ങൾ എവിടെ നിന്ന് വന്നയാളാ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിലവിളിച്ച് കരയുന്നതെന്ന് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിക്കുകയാണ് സഹോദരങ്ങളെ ആ മനുഷ്യനോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ അയാൾ പറയുകയാണ് ഓ അലിയാരി തങ്ങളെ എനിക്കൊരു പിതാവുണ്ടായിരുന്നു എനിക്കൊരു അപ്പയുണ്ടായിരുന്നു വാപ്പയുണ്ടായിരുന്നു എന്നോട് എന്റെ വാപ്പ പറയും മോനെ നിസ്കരിക്കടാ നോമ്പ് പിടിക്കടാ സുഹൃതങ്ങൾ ചെയ്യടാ ഹറാമ് ചെയ്യല്ലേടാ എന്നോട് എന്റെ വാപ്പ എപ്പോഴും ഉപദേശിക്കും നിസ്കരിക്കാൻ നോമ്പ് പിടിക്കാൻ ഹറാമ് ചെയ്യല്ലേ നമ്മളിൽ പല ആളുകളുടെയും ഉപ്പമാര് നമ്മളോട് പറയാറുണ്ട് മോനെ നിസ്കരിക്കടാ നിസ്കരിക്കാറില്ല എപ്പോഴും ക്രിക്കറ്റ് കളിയാണ് എപ്പോഴും ഫുട്ബോൾ കളിയാണ് വയലിന്റെ സദസ്സുകൾക്കൊന്നിറങ്ങി കളക്ഷൻ വരാൻ പറഞ്ഞാൽ പല ബാലക്കാർക്കും ടൈമില്ല ഏതെങ്കിലുമൊക്കെ ക്രിക്കറ്റ് മാച്ച് നടന്നാൽ അതിനു വേണ്ടി പിരിക്കാനും കളക്ഷൻ നടത്താനും എന്തൊരു ചോറാണ് ഡൊണേഷൻ കൊടുക്കാൻ കുറെ ആളുകളുണ്ടല്ലോ അവർ 50,000 കൊടുക്കുകയാണ് 1,00,000 കൊടുക്കുകയാണ് പോരാ പോരാ ഇഷ്ടമുള്ളതെല്ലാം അവർ ഡൊണേറ്റ് ചെയ്യുകയാണ് എന്തിനാണ് ഫുട്ബോൾ മാച്ചിന് വേണ്ടിയാണ് ക്രിക്കറ്റ് മാച്ചിന് വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട പെൺകുട്ടി പുറനിറഞ്ഞ് മംഗലമാകാതെ മോഹനമായ സ്വപ്നങ്ങളുമായി എന്നാണ് എന്റെ കല്യാണം എന്നാണ് എന്റെ മംഗലം എന്നാണ് എന്റെ മംഗല്യമെന്ന് സ്വപ്നം കണ്ട് കഴിയുകയാ അവളുടെ കണ്ണീരൊപ്പാൻ ഇവിടെ ആളുകളില്ല അവൾക്ക് തണൽ കൊടുക്കാൻ ഇവിടെ ആളുകളില്ല അവളെ പൊട്ടിച്ചു വിടാൻ സമുദായത്തിലെ പണക്കാർക്ക് പണമില്ല എന്നാൽ ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ എത്രയാ ഡൊണേഷൻ കൊടുക്കുന്നത് ഫുട്ബോൾ മാമാങ്കങ്ങൾ നടക്കുമ്പോൾ എത്ര പണമാ പൊട്ടിക്കുന്നത് പൊട്ടിച്ച് എത്ര പൈസയാ ക്യാഷാ മുടക്കുന്നത് അല്ലാഹു കാത്തുകാത്ത് രക്ഷിക്കുമാറാകട്ടെ ആ സഹോദരൻ പറയുകയാണ് പ്രിയപ്പെട്ട അലിയാരി തങ്ങളെ
എന്റെ പ്രിയപ്പെട്ട പിതാവ് എന്നോട് എപ്പോഴും നല്ല കാര്യങ്ങൾ ഉപദേശിക്കും. ഞാൻ എന്റെ വാപ്പായോട് പറഞ്ഞു, വാപ്പാടെ ഉപദേശം കേട്ട് 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 മടുത്തു. ഇനി മേലാൽ എന്നെ ഉപദേശിക്കും. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാപ്പ നിർത്തിയില്ല. കാരണം വാപ്പാക്ക് പേടിയുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാൻ നാസ് വൽ ഹിജാറ. വിശുദ്ധ ഖുർആൻ. നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരാ. നിങ്ങളുടെ അധീനതയിലുള്ള നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകണം. സഹോദരങ്ങളെ, വളരെ വലിയ ദൗത്യമാണ് അള്ളാഹു നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ സഹോദരൻ ഇയാൾ പറയാണ്, എന്റെ വാപ്പ പിറ്റേ ദിവസവും എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ നിസ്കരിക്കാൻ പോണം. കളിക്കാൻ മാത്രം പോയാൽ പോരാ, ഫുട്ബോൾ കളിക്കാൻ മാത്രം പോയാൽ പോരാ, ക്രിക്കറ്റ് കളിക്കാൻ മാത്രം പോയാൽ പോരാ, നീ നിസ്കരിക്കണം. നീ നിസ്കരിച്ചിട്ട് കളിക്ക്. എനിക്കങ്ങ് അരിശം വന്നു, എനിക്കങ്ങ് ദേഷ്യം വന്നു. ഞാൻ എന്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് എന്റെ പിതാവിന്റെ മുഖത്തേക്ക് ഒരടി വെച്ചു കൊടുത്തു. അടിയേറ്റ പിതാവ് നിലത്ത് വീഴുകയാണ്. നിലത്ത് വീണ പിതാവിന്റെ നെഞ്ചത്ത് ഞാൻ എന്റെ കാലെടുത്ത് വെച്ചു ചവിട്ടി. അത് പോരാഞ്ഞിട്ട് വാപ്പാടെ മുഖത്തേക്ക് ഞാൻ കാർക്കിച്ചു തുപ്പി. അന്നേരത്തിന്റെ വാപ്പ എന്നോട് പറഞ്ഞു, എടാ മോനെ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചാണ് നിന്നോട് എപ്പോഴും നിസ്കരിക്കാൻ ഞാൻ പറയുന്നത്. നീ സ്വർഗത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചാണ് നിന്നോട് നല്ല കാര്യങ്ങൾ ഞാൻ ഉപദേശിക്കുന്നത്. നീ എന്നെ തള്ളിയോടാ, നീ എന്നെ തല്ലിയോടാ, എന്നെ മർദ്ദിച്ച് പരവശനാക്കിയോടാ. നിനക്കെതിരെ ഞാൻ എന്റെ റബ്ബിന്റെ കഅബയിൽ പോയി ദ്വാരക്കുമെടാ. മോനങ്ങ് പോയി കളിക്കാൻ പോയി. സഹോദരങ്ങളെ, വൈകുന്നേരം കളിക്കളത്തിൽ നിന്നവൻ മടങ്ങി വരുമ്പോൾ ശരീരമാസകലം ഒരു പ്രത്യേക പെയിൻ, ബോഡി ഫുൾ പെയിൻ, വല്ലാത്ത വേദന. അവൻ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ സ്റ്റെപ്പിൽ വന്നിരുന്നു. ഇരുന്നപ്പോൾ തോന്നി കിടക്കണമെന്ന് കിടന്നു. കിടന്നിട്ട് പിന്നെ എഴുന്നേക്കാൻ നോക്കുമ്പോൾ ആവുന്നില്ല, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, എന്റെ ശരീരം മുഴുവനും ഇതെന്തൊരു വേദനയോ, വല്ലാത്ത വേദന എടുക്കുന്നു. അവൻ കിടന്ന് നിലവിളിക്കുകയാണ്. അന്നേരത്താണ് അവന്റെ മെമ്മറിയിലേക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. റബ്ബേ, ഇന്ന് രാവിലെ ഞാൻ എന്റെ പിതാവിനെ അടിച്ചു, നിലത്തിട്ട് ചവിട്ടി, എന്റെ വാപ്പാന്റെ മുഖത്തേക്ക് ഞാൻ കാർക്കിച്ചു തുപ്പി. എന്നോട് എന്റെ പിതാവ് പറഞ്ഞത് എന്താണ്? കഅബാലയത്തിൽ പോയി നിനക്കെതിരെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ദ്വാരക്കുമെന്നാണ്. കുറച്ചു നേരം അങ്ങ് കഴിഞ്ഞപ്പോൾ കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേൾക്കുകയാണ്. അതാ പിതാവ് കഅബാലയത്തിൽ പോയി മകനെതിരെ അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് തനിക്ക് മർദ്ദിച്ച മകനെതിരെ, തന്നെ ഉപദ്രവിച്ച മകനെതിരെ അല്ലാഹുവിന്റെ കഅബാലയത്തിൽ പോയി പിതാവ് ദ്വാരുന്നതിന്റെ ഫലമാണ് മകൻ എഴുന്നേൽക്കാൻ വയ്യ. ശരീരം മുഴുവനും വേദനയാ, വേദനിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ മാതാക്കളോട് പറയുകയാ, എന്റെ പിതാക്കളോട് പറയുകയാ, നിങ്ങളുടെ മക്കള് ചെറിയ ചെറിയ കുരുത്തക്കേട് നിങ്ങളോട് കാണിക്കും, മക്കള് ചെറിയ തമാശകൾ കാണിക്കും, നിങ്ങളെ ഒരു പക്ഷേ ചീത്ത വിളിക്കും, നിങ്ങളെ ഉപദ്രവിക്കും. പക്ഷേ ഉമ്മമാരെ, വാപ്പമാരെ, നിങ്ങളെ മക്കളോട് നിങ്ങൾ മാപ്പ് കൊടുക്കണേ. മക്കൾക്കെതിരെ ദ്വാരക്കല്ലേ ഉമ്മ, മക്കൾക്കെതിരെ പ്രാർത്ഥിക്കല്ലേ അപ്പാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളെങ്ങാനും നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കെതിരെ ദ്വാരന്നാൽ, ഒരു നബി തന്റെ സമുദായത്തിന് വേണ്ടി ദ്വാരക്കുമ്പോൾ എപ്രകാരം എഫക്ട് ചെയ്യുമോ അപ്രകാരമാണ് മാതാവിനെതിരെ, ഒരു മാതാവ് തന്റെ മകനെതിരെ, ഒരു മാതാവ് തന്റെ മകൾക്കെതിരെ, ഒരു പിതാവ് തന്റെ മകനെതിരെ, ഒരു പിതാവ് തന്റെ മകൾക്കെതിരെ ദ്വാരന്നാൽ
ഒരു നബി തന്റെ സമുദായത്തിന് വേണ്ടി ദ്വാരക്കുമ്പോൾ എപ്രകാരമാണോ എഫക്ട് ചെയ്യുന്നത് അപ്രകാരമായ ദുആ അല്ലാഹുവിങ്കൽ എഫക്ട് ചെയ്യുമെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരൊറ്റ ഉമ്മയും ഒരൊറ്റ വാപ്പയും തന്റെ മക്കൾക്കെതിരെ ദ്വാരക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഈ മകന്റെ ശരീരം മുഴുവൻ വേദന, കളിക്കളത്തിൽ പോയി കളിച്ച് ആരോഗ്യമുണ്ടായിരുന്ന നല്ല ഹെൽത്തി ആയിരുന്ന ചെറുപ്പക്കാരൻ ബാലക്കാരൻ തളർന്നു കിടക്കുകയാണ്. അവൻ കിടന്ന് വിളിച്ചു, അബ്ബാ അബ്ബാ. ഇതിനപ്പുറത്ത് നിന്ന് പിതാവ് നിലത്തിറങ്ങി നേരെ മകന്റെ അടുത്ത് വന്നു. എന്താ മോനെ? അബ്ബാ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി, എന്നോട് പൊറുക്കണേ അബ്ബാ, എനിക്ക് പൊരുത്തം തരണേ അബ്ബാ. ഞാൻ അബ്ബായെ രാവിലെ മർദ്ദിച്ചു, ഞാൻ അടിച്ചു, തള്ളിയിട്ടു, കാലെടുത്ത് വെച്ച് നെഞ്ചത്ത് ചവിട്ടി, കാർക്കിച്ചു തുപ്പി. എനിക്കെതിരെ അല്ലാഹു പണിഷ്മെന്റ് തന്നു അബ്ബാ. നിങ്ങൾ കഅബാലയത്തിൽ പോയി എനിക്കെതിരെ ദ്വാരന്നല്ലോ അബ്ബാ. എന്നെയും കൊണ്ടൊന്ന് കഅബാലയത്തിന്റെ അടുത്ത് പോകുമോ അബ്ബാ? എനിക്ക് അനുകൂലമായി ആ കഅബയുടെ കരിങ്കൽ ഭിത്തികളിൽ തൊട്ടിട്ട് എനിക്ക് അനുകൂലമായി എന്റെ അബ്ബയൊന്ന് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കുമോ അബ്ബാ? സഹോദരങ്ങളെ ഞാൻ ചുരുക്കി പറയട്ടെ, ആ പ്രിയപ്പെട്ട സഹോദരൻ തന്റെ പൊന്നുമോനെ ആ പിതാവിന്റെ മുഖത്ത് നോക്കി പൊന്നുമോൻ നിലവിളിച്ച് കരഞ്ഞപ്പോൾ ഏത് പിതാവിന്റെ മനസ്സാ അലിയാത്തത്? ആരുടെ കൽവാ അലിഞ്ഞു പോകാത്തത്? സ്വന്തം രക്തത്തിൽ പിറന്ന മകൻ പൊറുക്കണേ അബ്ബാ, പൊറുക്കണേ അബ്ബാ എന്ന് നിലവിളിച്ച് കരഞ്ഞപ്പോൾ വാത്സല്യ സമ്പന്നമായ സ്നേഹം നിറഞ്ഞുതുളുമ്പിയ ആ പിതാവിന്റെ കൽബ് വല്ലാതെ വേദനിച്ചു പോയി. തന്റെ പൊന്നുമോനെ വാരിയെടുത്ത് തന്റെ കുതിരയുടെ പുറത്തങ്ങിരുത്തി താനതാ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ചു. നേരെ ഇലാ ഹറമില്ലാഹി ശരീഫ്, ഇലാ ബൈത്തില്ലാഹി ശരീഫ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം ലക്ഷ്യമാക്കി തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ കയ്യിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ടി ദ്വാരക്കാൻ കുതിരയെ പായിച്ചുകൊണ്ട് ആ പിതാവ് കഅബ ലക്ഷ്യമാക്കി യാത്രയായി. സഹോദരങ്ങളെ ഞാൻ ചുരുക്കി പറയട്ടെ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് പാതിരാത്രി സമയം മക്ക മുഴുവനും കൂർക്കം വലിച്ചുറങ്ങി കിടക്കുമ്പോൾ കഅബാലയത്തിന്റെ ചാരത്ത് നിന്നിട്ട് ഈ മനുഷ്യൻ പറയുകയാണ്, അലിയാർ തങ്ങളെ, എന്റെ പിതാവ് എന്നെ കുതിരപ്പുറത്തിരുത്തിയിട്ട് കഅബ ലക്ഷ്യമാക്കി ഇങ്ങനെ യാത്ര പുറപ്പെട്ട് സഞ്ചരിച്ച് അറാഖ് വൃക്ഷങ്ങളുടെ താഴ്വാരത്തെത്തി. അറാഖ് വൃക്ഷങ്ങൾ ധാരാളമുള്ള ഒരു താഴ്വരയിൽ എത്തിച്ചു. അന്നേരത്ത് സുബ്ഹാനല്ലാഹ്, അറാഖ് വൃക്ഷത്തിന്റെ ഇലയുടെ അടിഭാഗത്ത് വസിക്കുന്ന ഒരു തരം ജീവികളുണ്ട്. തേനീച്ച പോലത്തെ ജീവികൾ, കടന്നൽ പോലത്തെ ജീവികൾ. എന്റെ അബ്ബാടെ കുതിരയുടെ നേർക്ക് സഡൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ജീവികൾ അറ്റാക്ക് ചെയ്തു. കുതിരയുടെ നിയന്ത്രണം വിട്ടു. കുതിര ഭ്രാന്തമായ ആവേശത്തോടെ ഓടാൻ തുടങ്ങി, മണ്ടാൻ തുടങ്ങി, പായാൻ തുടങ്ങി. എന്റെ അബ്ബാക്ക് കുതിരയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഹോഴ്സ് അത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടി. സുബ്ഹാനല്ലാഹ്. അതാ പാറക്കെട്ടുകൾ നിറഞ്ഞ, പർവ്വതങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശത്തേക്ക് എന്നെയും എന്റെ പിതാവിനെയും വഹിച്ചുകൊണ്ട് കുതിരയങ്ങ് പ്രവേശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. വളരെ മൂർച്ചയേറിയ അതാ ചാക്ക് പോലെ, അതാ സഹോദരങ്ങളെ കത്തി പോലെ, വളരെ മൂർച്ചയേറിയ കഠാര പോലെ, വാള് പോലെ മൂർച്ചയേറിയ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്ത് എന്നെയും എന്റെ പിതാവിനെയും വഹിച്ചുകൊണ്ട് ആ കുതിര നിയന്ത്രണമില്ലാതെ, അന്തം വിട്ട് ലക്കില്ലാതെ, ലഗാനില്ലാതെ, ഒരു കൺട്രോളും ഇല്ലാതെ അങ്ങ് ഭ്രാന്തമായ ആവേശത്തോടെ ഓടാൻ തുടങ്ങി. എന്നെ ആദ്യം കുതിര നിലത്ത് തള്ളിയിട്ടു. എന്റെ ശരീരമാസകലം മുറിഞ്ഞു, രക്തമൊഴുകാൻ തുടങ്ങി. ഈ ശരീരത്തിൽ കാണുന്ന മുഴുവൻ ഡീപ്പായ ഇഞ്ചുറികളും, വളരെ ആഴത്തിലുള്ള മുറിവുകളും അത് കാരണം വീഴ്ച കാരണമായി ഉണ്ടായ മുറിവുകളാണ്. ഞാനിങ്ങനെ നോക്കി നിൽക്കേ എന്റെ പിതാവിനെയും വഹിച്ചുകൊണ്ട് കുതിര അതാ
മൂർച്ചയേറിയ പാറക്കെട്ടുകൾക്കിടയിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ്. വാർദ്ധക്യ സഹജമായ രോഗമുള്ള നന്നേ പ്രായമുള്ള വയസ്സനായ വൃദ്ധനായ എന്റെ പിതാവ് ആ കുതിരയെ നിയന്ത്രിക്കാനാവുന്നത് ശ്രമിച്ചിട്ട് നടന്നില്ല. കുതിര എന്റെ പിതാവിനെയും കൊണ്ടതാ മൂർച്ചയേറിയ പാറക്കെട്ടുകൾക്കിടയിലേക്ക് അങ്ങ് തള്ളിയിടുകയാണ്. എന്റെ പിതാവിന്റെ ശരീരം, എന്റെ പിതാവിന്റെ ബോഡി ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. പാർട്സുകളായി, പീസുകളായി, കഷ്ണങ്ങളായി. അത് മൂർച്ചയുള്ള അതികഠിനമായ മൂർച്ചയേറിയ പാറക്കെട്ടുകളിൽ, പാറച്ചീളുകളിൽ പതിച്ചിട്ട് എന്റെ പിതാവിന്റെ ശരീരം ഛന്ന ഭിന്നമായി തകർന്ന തരിപ്പണമായി. എന്റെ വാപ്പാ, എന്റെ അപ്പാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിങ്കലേക്ക് പോയി. എനിക്ക് എന്റെ വാപ്പായെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. പാറക്കെട്ടുകൾക്കിടയിൽ വീണ് എന്റെ പിതാവിന്റെ ജനാസ ചിന്നിച്ചിതറി തകർപ്പണമായി പോയി, തകർന്നു തരിപ്പണമായി പോയി. ഞാൻ അവിടുന്ന് ആ സമയം മുതൽ ഞാൻ എഴയാൻ തുടങ്ങി. തങ്ങളെ കുറെ ദിവസങ്ങളായി രാവെന്നില്ല, പകലെന്നില്ല, നൈറ്റ് എന്നില്ല, ഡേ എന്നില്ല, നൈറ്റ് എന്നില്ല, രാവെന്നില്ല, പകലെന്നില്ല. ഞാൻ ഇഴഞ്ഞിഴഞ്ഞ് ഈ സമയത്ത് ഇപ്പോൾ കഅബാലയത്തിന്റെ ചാരത്ത് ഞാൻ എത്തിച്ചേർന്നതാണ്. ഓ എന്റെ പ്രിയപ്പെട്ട ഖലീഫ, നിങ്ങൾ ഹസന്റെയും ഹുസൈനപ്പയല്ലേ? നിങ്ങൾ ഫാത്തിമയുടെ ഭർത്താവല്ലേ? നിങ്ങൾ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മരുമകനല്ലേ? എനിക്ക് വേണ്ടി ആ കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തികളിൽ തൊട്ട് ആ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് എനിക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഒന്ന് അനുകൂലമായ ദുആ എന്ന് തരുമോ? സഹോദരങ്ങളെ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖമാകെ ദേഷ്യം കൊണ്ട് ആ മനുഷ്യനോട് വല്ലാതെ അരിശമുണ്ടാകുകയാണ്. പോടാ പോടാ, വാപ്പാനെ തെറി വിളിച്ചവനെ, വാപ്പാനെ അപ്പാനെ ആക്രമിച്ചവനെ, അക്കാബാന്റെ ശാപമേറ്റു വാങ്ങിയവനെ, നിന്റെ അടുത്ത് ഞാൻ ഈ ഒരു നിമിഷം പോലും നിൽക്കുകയില്ല. നീ അല്ലാഹുവിന്റെ ശാപമുള്ളവനാണ്, നീ അല്ലാഹുവിന്റെ ശാപമേറ്റവനാണ്. നിന്റെ അടുത്തൊരു നിമിഷം പോലും ഞാൻ നിൽക്കുകയില്ല. അന്നേരത്തെ സഹോദരങ്ങളെ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ പറയുകയാണ്, തങ്ങളെ ഞാൻ മരിക്കാൻ പോകുകയാണ്, ഞാൻ മരിക്കാൻ പോകുകയാണ്. എന്റെ സങ്കറാത്തിന്റെ ഹാലാണ്. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഞാൻ ലോകത്ത് നിന്നേക്കുമായി വിട പറഞ്ഞു പോകും. തങ്ങളെ നിങ്ങൾ സ്വർഗം കൊണ്ട് റസൂലുള്ള സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടയാളാണ്. എനിക്ക് വേണ്ടി ആ കാണുന്ന കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തികളിൽ പിടിച്ച് എനിക്ക് അനുകൂലമായിട്ട് റസൂലുള്ളാഹിന്റെ മരുമകനെ, ഓ അമീറുൽ മുഅ്മിനീൻ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ തരുമോ? സഹോദരങ്ങളെ, അലിയാർ തങ്ങൾ പറഞ്ഞു, നീ വാപ്പാന്റെ ശാപമുള്ളവനുള്ള ദുആ. എന്റെ വാപ്പ എന്നോട് ശാപമുള്ളയാളല്ല, പൊരുത്തക്കേടുണ്ടായിരുന്നു ദ്വാരെന്ന് എനിക്ക് പ്രശ്നമായി. അത് മാറാൻ വേണ്ടി, ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുവരുന്ന വഴിമധ്യേ അള്ളാഹുവിന്റെ ഖദാ എന്റെ അബ്ബായെ വിളിച്ചതാണ്. എന്റെ അബ്ബാക്ക് എന്നോട് ദേഷ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ അനുകൂലമായി ആ കഅബയിൽ പിടിച്ചിരിക്കുന്ന അനുകൂലമായി ദ്വാരക്കുമോ? സഹോദരങ്ങളെ, അലിയാര് തങ്ങള് കഅബാലയത്തിന്റെ ഭിത്തിയിൽ തൊട്ടിട്ട് അയാൾക്ക് വേണ്ടി അങ്ങ് ദുആരക്കേണ്ട താമസം, അയാള് അവിടെ വെച്ച് ഹൃദയം പൊട്ടിയിട്ട് മരിക്കുകയാണ്. അതുകൊണ്ട് പുതിയ തലമുറയിലെ യുവാക്കളെ, ബാലക്കാരെ, ഉമ്മാനെയും അബ്ബാനെയും ഉമ്മാനെയും അവഗണിക്കുകയും പരിഹസിക്കുകയും തെറിവിളിക്കുകയും ആക്ഷേപിക്കുകയും വീട്ടിന്റെ അകത്തളത്തിലിട്ട് പീഡിപ്പിക്കുകയും ചെയ്യുന്ന പുതിയ തലമുറയിലെ സമൂഹത്തോട് പറയട്ടെ, ഉമ്മ സ്വർഗമാണ്. പ്രൈം മിനിസ്റ്റർ ആയാലെന്താ,
മുസ്ലിയാരായാലെന്താ എല്ലാവർക്കും സ്വർഗം എവിടെയാണ്? സ്വർഗം എവിടെയാണ്? ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗം നോർത്തോളി. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗം നോർത്തോളി. ഒരു മതിയാമത്തു മുഹമ്മദിൻ പൂമൊഴി ഉള്ളിലുറച്ചോളി. ഒരു മതിയാമത്തു മുഹമ്മദിൻ പൂമൊഴി ഉള്ളിലുറച്ചോളി. വഹ്ഫിളു മാ ജനാഅൽ ളുല്ലി മിനർ റഹ്മ വഖുൽ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറാ. ഉമ്മാക്കും ബാപ്പാക്കും സംതൃപ്തമായ ഖിദ്മത്തെടുത്ത് സ്വർഗം മേടിക്കാൻ നരകം മേടിക്കല്ലേ യുവാക്കളെ, നരകം മേടിക്കല്ലേ യുവാക്കളെ. ഉമ്മാന്റെ കൽബ് വേദനിച്ചാൽ, അബ്ബാന്റെ കൽബ് വേദനിച്ചാൽ നിന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട, നിന്റെ നോമ്പ് അല്ലാഹുക്ക് വേണ്ട, നിന്റെ സ്വലക്ക അല്ലാഹുക്ക് വേണ്ട. നീ നിന്റെ ഉമ്മാന്റെ സംതൃപ്തി മേടിക്ക്, നീ നിന്റെ വാപ്പാന്റെ സംതൃപ്തി മേടിക്ക്. വല്ലാഹി തമ്പുരാൻ തന്നെയാണ് സത്യം. ഉമ്മാന്റെ സംതൃപ്തിയുള്ളവൻ സ്വർഗത്തിലാണ്, അബ്ബാന്റെ സംതൃപ്തിയുള്ളവൻ സ്വർഗത്തിലാണ്. എത്ര പ്രസംഗിക്കുന്ന മുസ്ലിയാരായാലും, എത്ര ഇബാദത്ത് ചെയ്ത ആബിദായാലും, എത്ര വലിയവനായാലും ഉമ്മാന്റെ പൊരുത്തമില്ലേ, അബ്ബാന്റെ പൊരുത്തമില്ലേ? സ്വർഗം മന്യമാണ്, സ്വർഗം മന്യമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മായുടെ കൽബിൽ നിങ്ങളെ പറ്റി ഒരു അതൃപ്തി ഉണ്ടായാൽ നമുക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ചില ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മക്കളോട് ദേഷ്യം കാണിക്കുന്ന ഉമ്മമാരുണ്ട്. ഉമ്മമാരെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റിന്റെ അടുത്തേക്ക് വരുമോ? അദീമായ പടച്ചവൻ നമ്മൾ പറഞ്ഞതും കേട്ടതുമല്ല അവന്റെ അടുക്കൽ പൊരുത്തമുള്ള സുഹൃതമായി കബൂലാക്കുമാറാകട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും എഴുന്നേറ്റിന്റെ അടുത്തേക്ക് വരുമോ? സഹോദരങ്ങളെ, നമ്മുടെ മജ്‌ലിസ് നമ്മൾ പരിസമാപ്തിയിലേക്ക് പോകുകയാണ്. നിങ്ങൾ ഇത്രയും നേരം ഇരുന്നല്ലോ, ഇനി കുറച്ചു നേരം നിന്ന് കേൾക്കാം. നമുക്കൊരൽപ്പം സ്വലാത്ത് ചൊല്ലാം, കുറച്ച് ദിക്ർ ചൊല്ലാം, നമുക്ക് മജ്‌ലിസ് പിരിയാം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കുമാറാകട്ടെ.